പാഠ് ചൗദഹ് ദോഹെ. ദോഹ എന്ന് പറഞ്ഞാൽ ഈരടി പദ്യമാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ വലിയ അർത്ഥം വരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കാര്യമാണ് ദോഹ. വാചൻ കൗശൽ ബത്തായിയെ ആൻസർ ഓർലി. ऊपर से कठोर दिखने पर गुरु अंदर से कैसा होता है. പുറമെ നിന്ന് കഠോരമായി തോന്നുന്നു. ഗുരു ഒരു പോട്ടറാണെങ്കിൽ, ഒരു കുശവനാണ് എങ്കിൽ എന്താണ് ചെയ്യുക? ഗുരു ഒരു കുശവനാണ് എങ്കിൽ ശിഷ്യൻ കുടമാണ് അല്ലേ? അപ്പോൾ ഒരു കുശവൻ തൻ്റെ കുടമുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? പുറമേന്ന് കഠോരമായിട്ട് തീരുകയും ചെയ്യുമ്പോൾ എന്തു ചെയ്യും? അകത്തുനിന്ന് കൈകൊണ്ട് അതിൻ്റെ എല്ലാ കുറവുകളും പരിഹരിക്കുന്നു. അതുപോലെയാണ് ഒരു ഗുരു. ഗുരു ഒരു കുശവനാണ് എങ്കിൽ ശിഷ്യൻ കുടമാണ്. ഓക്കെ. पर गुरु अंदर से कैसे होता है? ऊपर से कठोर दिखने पर गुरु अपने हाथ के सहारे से बाहर के चोट को ठीक करते हैं. मतलब यह है, गुरु ने छात्रों के गलत को बताकर उन्हें दूर करने का सहारा देते हैं. एक अच्छे गुरु अपने छात्रों के गलतों को समझाते हैं और उन गलतों को ठीक करने के लिए सहायता देते हैं. ഒരു നല്ല ഗുരു, ഒരു നല്ല അധ്യാപകൻ എപ്പോഴും തൻ്റെ ശിഷ്യന്മാരുടെ കുറവുകൾ കണ്ടുപിടിച്ച് അത് നികത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നു. അവൻ്റെ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു, കണ്ടുപിടിക്കുകയും അവ പരിഹരിക്കുന്നതിനു വേണ്ട എല്ലാ സഹായവും ആ ഗുരു ചെയ്തു കൊടുക്കുന്നു. ഗുരു ഒരു കുശവനാണ്, ശിഷ്യൻ കുടവും. കുശവൻ മണ്ണ് കുഴച്ച് തനിക്കിഷ്ടമുള്ള പാത്രമുണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറവുകളെല്ലാം നികത്തി അതിമനോഹരമായ പാത്രമാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണ്? കാണുന്നവർ ആ പാത്രം ഇഷ്ടപ്പെടുകയും അത് എല്ലാവർക്കും കണ്ണിന് ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഖ. മനുഷ്യക്കോ കൈസി വാണി ബോൾനി ചാഹിയെ. മനുഷ്യർക്ക് ഏത് തരത്തിലുള്ള വാക്കുകളാണ് പറയേണ്ടത്? മനുഷ്യക്കോ ഐസി വാണി ബോൾന ചാഹിയെ कि दूसरों को मन का दुख दूर करना चाहिए तथा हमारी तन शीतल हो जाइए. മനുഷ്യന് ഏത് തരത്തിലുള്ള വാക്കുകളാണ് പറയേണ്ടത്? മനുഷ്യക്കോ ഐസി വാണി ബോൾന ചാഹിയെ. ഇങ്ങനെയുള്ള വാക്കുകളാണ് പറയേണ്ടത്. कि that दूसरों से मन का दुख दूर करना चाहिए. മറ്റുള്ളവരുടെ ഹൃദയത്തിലെ, ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലെ ദുഃഖവും ദൂരെ മാറ്റണം. और हमारी तन भी शीतल हो जाए. നമ്മുടെ പറയുന്ന ആളുടെ ശരീരവും തണുക്കണം. അങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും തീരണം, നമ്മുടെ ശരീരം ഒന്ന് തണുക്കുകയും ചെയ്യണം. അപ്പോൾ മറ്റുള്ളവർക്ക് ഇമ്പമുള്ള, കാതിന് കുളിർമയുള്ള വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ ക. കബീർ മാല ഫെർനേക്കോ സുമിരൻ ക്യോം നഹി മാനത്തെ. വെറുതെ ജപമാല ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രാർത്ഥനയായിട്ട് കബീർ ചിന്തിച്ചിട്ടില്ല. എന്താണ് കാരണം? कबीर माला फेरने को सुमिरन नहीं मानते हैं क्योंकि जपमाला हाथ में रखते हुए भी हमारा मन चारों ओर घूमते रहते हैं. इसी तरह का प्रार्थना से कोई फल नहीं मिलता है, इसलिए कबीर ने ऐसा कहा. കബീർ മാല ഫെർനക്കയില് ജപമാല ചുമ്മാ കയ്യിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രാർത്ഥനയായിട്ട് കബീർ കരുതിയിട്ടില്ല. കാരണം എന്താ? ഈ ജപമാല ഉരുട്ടിക്കൊണ്ട് ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് വേറുള്ള കാര്യങ്ങളിലൂടെ ചുറ്റിത്തിരിയുകയായിരിക്കും. വെറുതെ നമ്മുടെ ചുറ്റും നടന്ന കാര്യങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മനസ്സിങ്ങനെ 4 ചുറ്റും പതറി പോയിക്കൊണ്ടിരിക്കുകയും ജപമാല കയ്യിലിട്ട് ഉരുട്ടുകയും ചെയ്തിട്ട് നല്ല പ്രാർത്ഥനയായിട്ട് കബീർ കണ്ടിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കുക, പഠിക്കുക. താങ്ക് യു. നെക്സ്റ്റ്, ശ്രവൺ കൗശൽ ലിസണിങ് സ്കിൽസ്.
ക്വസ്റ്റ്യൻ നമ്പർ ഹമേ കൈസി വാണി ബോൾനി ചാഹിയെ, നമുക്ക് എങ്ങനെയുള്ള വാക്കുകളാണ് പറയേണ്ടത്? ഹമേ മീട്ടി വാണി ബോൾനി ചാഹിയെ, നമുക്ക് മധുരമുള്ള വാക്കുകളാണ് പറയേണ്ടത്. അല്ലാതെ കടുത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഹമേ മീട്ടി വാണി ബോൾനി ചാഹിയെ, മധുരമുള്ള വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ മീട്ടി വാണി ബോൾനെ സെ ക്യാ ലാഭ ഹോത്താ ഹെ, മധുരമുള്ള വാക്കുകൾ പറയുന്നത് കൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടാവുക? മീട്ടി വാണി ബോൾനെ സെ എഹ് ലാഭ ഹോത്ത ഹെ, ഈ ലാഭമാണ് ഉണ്ടാവുക കി ദൂസരോം കാ ആപ്പാ ഖോ ദേത്തെ ഹെ, മറ്റുള്ളവരുടെ ദുഃഖം മാറി പോകുന്നു അവർ. ബോൾനെ വാലോം കാ തൻ ഭി ശീതൾ ഹോ ജാത്തെ ഹെ, പറയുന്നവരുടെ ശരീരവും എന്തായിത്തീരുന്നു? ശീതളമായി തീരുന്നു, അതായത് തണുപ്പ് ഉള്ളതാക്കി തീരുന്നു. കഠോരമായ വാക്കുകൾ പറയാതെ നല്ല വാക്കുകൾ പറയുമ്പോൾ കേൾക്കുന്നവന് സന്തോഷവും പറയുന്ന നമ്മൾക്ക് ആശ്വാസവും കിട്ടുന്നു. मीठी वाणी बोलने से यह लाभ होते हैं कि दूसरों को आपा खो देते हैं और बोलने वालों का तन शीतल हो जाते हैं. അപ്പോൾ ഹമേ കൈസി വാണി ബോൾനി ചാഹിയെ, ഹമേ മീട്ടി വാണി ബോൾനി ചാഹിയെ, നമുക്ക് മധുരമുള്ള വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. മിട്ടി വാണി ബോൾനെ സെ ക്യാ ലാഭ ഹോത്താ ഹെ, മധുരമുള്ള വാക്കുകൾ പറയുന്നതുകൊണ്ട് നമുക്കുള്ള ലാഭം എന്താണ്? मीठी वाणी बोलने से यह लाभ होते हैं कि दूसरों के आपा खो देते हैं, മറ്റുള്ളവരുടെ ദുഃഖം നമ്മൾ മാറിപ്പോകാൻ വേണ്ടി സഹായിക്കുന്നു. അവർ ബോൾനെ വാലോം ക തൻ ശീതൾ ഹോ ജാത്തെ ഹെ, പറയുന്നവരുടെ തൻ ശരീരവും തണുപ്പായി മാറുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് क्वेश्चन नंबर सांप लिपटे रहने पर किस पर विष का प्रभाव नहीं पड़ता है, പാമ്പ് ചുറ്റിക്കിടന്നാലും ഏത് വസ്തുവിലാണ് വിഷത്തിൻ്റെ പ്രഭാവം ഉണ്ടാവാത്ത, വിഷം കൊണ്ടുള്ള ഒരു ദോഷവും സംഭവിക്കാത്ത ഏത് വസ്തുവിലാണ്? सांप लिपटे रहने पर ചന്ദൻ വൃക്ഷ पर विष का प्रभाव नहीं पड़ता है, പാമ്പ് ചുറ്റിക്കിടന്നാലും ചന്ദന വൃക്ഷത്തിൽ വൃക്ഷത്തിൽ വിഷത്തിൻ്റെ ഒരു പ്രഭാവവും ചന്ദന മരത്തിൽ ഏൽക്കുന്നില്ല എന്നാണ് കവി പറയുന്നത്. നല്ല വിഷം മുറ്റിയ പാമ്പാണെങ്കിൽ പോലും ചന്ദന വൃക്ഷത്തിൽ ചുറ്റിക്കിടന്നാൽ ആ വൃക്ഷത്തിൻ്റെ ഒരു പ്രഭാവവും ഉണ്ടാവുന്നില്ല. क्वेश्चन नंबर बुरी संगति का असर उत्तम प्रकृति के लोगों पर कैसे नहीं पड़ता है, ഉത്തമനായ മനുഷ്യൻ ഈ സംഗതി का असर उत्तम प्रकृति के लोगों पर कैसे नहीं पड़ता है, ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടാലും ഉത്തമരായ ആളുകളിൽ അത് ഏത് തരത്തിലുള്ള പ്രഭാവമാണ് ഉണ്ടാക്കുക? सांप लिपटा रहने पर ചന്ദൻ വൃക്ഷ पर विष का प्रभाव नहीं पड़ता है, പാമ്പ് ചുറ്റിക്കിടന്നാലും ചന്ദന വൃക്ഷത്തിൽ വിഷത്തിൻ്റെ ഒരു പ്രഭാവവും ഉണ്ടാവുന്നില്ല. ഇസി തരഹ്, ഇതുപോലെ ബുരി സംഗതി का असर, ചീത്ത കൂട്ടുകെട്ടുകൾ പെട്ടാൽ ഉത്തമ പ്രകൃതിക്ക് ലോകം पर नहीं पड़ता है, ഉത്തമനായ പ്രകൃതി ഉത്തമ സ്വഭാവമുള്ളവർ അത്തരം കൂട്ടുകെട്ടിൽ പെട്ടാലും അവർ ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല, ആ ചീത്ത കൂട്ടിൻ്റെ ഒരു പ്രഭാവവും ഉണ്ടാക്കുന്നില്ല എന്നാണ് കവി പറയുക. കാരണം ഉത്തമരായിട്ടുള്ള ആളുകൾ ആ ചീത്ത കൂട്ടുകെട്ടാലും അവരിലുണ്ടാകുന്ന ആ ചീത്ത സ്വഭാവം ഉത്തമരായ ആളുകളിൽ അത് ഏൽക്കുകയില്ല എന്ന് തന്നെയാണ് കവി പറയുക. ഓക്കെ, താങ്ക് യു. बुरी संगति का असर उत्तम प्रकृति के लोगों पर कैसे नहीं पड़ता है, सांप लिपटा रहने पर चंदन वृक्ष पर विष का प्रभाव नहीं पड़ता है, इसी तरह बुरी संगति का असर ഉത്തം പ്രകൃതിക്ക് ലോകവും പർ നഹി പടുത്താ ഹെ, ഉത്തമരായ ആളുകളിൽ ചീത്ത കൂട്ടുകെട്ട് ഒരു നവും ഉണ്ടാക്കില്ല. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് लेखन कौशल राइटिंग स्किल्स. क्वेश्चन नंबर मीठी वाणी बोलने से औरों को सुख और अपने तन को शीतल कैसे प्राप्त होते हैं, മധുരമായ വാക്കുകൾ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് സുഖവും നമ്മുടെ മനസ്സ് തണുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്, തണുപ്പ് കിട്ടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
मीठी वाणी बोलने से मन का आपा खो जाता है. മധുരമായ വാക്കുകൾ പറയുമ്പോൾ മനസ്സിൻ്റെ ദുഃഖം മാറിപ്പോകുന്നു. സുനനെ വാലോംകോ കേൾക്കുന്ന ആളുകൾക്ക് സുഖം മിൽത്തെ ഹെ സുഖം കിട്ടുന്നു. അവർ അപ്നെ മൻ ശീതൾ ഹോ ജാത്ത ഹെ സ്വന്തം മനസ്സ് തണുക്കുകയും ചെയ്യുന്നു. ഇതാണ് മധുരമായ വാക്കുകൾ പറയുന്നതുകൊണ്ടുള്ള ഗുണം. मीठी वाणी बोलने से मन का आपा खो जाता है. सुनने वालों को सुख मिलते हैं और अपने मन शीतल हो जाते हैं. പഠിക്കുക കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് क्वेश्चन नंबर ख. जन्म के साथ उत्पन्न न होने पर धीरे धीरे क्या प्राप्त हो जाता है. ജനിക്കുമ്പോഴേ ഒരു കുഞ്ഞിന് കിട്ടാത്ത ഒരു കാര്യം, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അത് വളരും തോറും അതിന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? ജന്മ കെ സാത്ത് ഉൽപ്പന്ന നാ ഹോനെ വാലെ പർ ഭി ധീരെ ധീരെ വൈർ പ്രീതി അഭ്യാസ് ധീരെ ധീരെ പ്രാപ്ത് ഹോ ജാത്തി ഹി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ജനിക്കുമ്പോഴേ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ അത് വളരും തോറും അതിന് കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് അത്? വൈർ, പ്രീതി. വൈരാഗ്യം, ദേഷ്യം, ഒരു വ്യക്തിയോട് പ്രതികാരം വാഞ്ച, ഇതൊക്കെയാണ് വൈർ. പ്രീതി, സ്നേഹം, അല്ലേ, കനിവ്, അലിവ്, ഇതൊക്കെ ഈ പ്രീതിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അഭ്യാസ്, ഓരോ കാര്യങ്ങളും അഭ്യസിക്കുക. ഇപ്പം അമ്മേ എന്ന് വിളിക്കാൻ തന്നെ ആ കുട്ടി പരിശ്രമിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യുകയാണ്. അഭ്യാസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഓക്കെ, ഇതൊക്കെ പതുക്കെ പതുക്കെ ആ കുട്ടിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. ധീരെ ധീരെ പ്രാപ്ത് ഹോ ജാത്തെ ഹെ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ ക. കടുവേ മുഖക്കോ കൈസി സജാ മിൽനി ചായേ. കടുവേ, കൈപ്പേറിയ മുഖം, അല്ലേ, അതിന് എങ്ങനെയുള്ള പണിഷ്മെൻ്റാണ് കിട്ടേണ്ടത്? കടുവേ മുഖക്കോ ഐസി സജാ മിൽനി ചായേ. കൈപ്പേറിയ മുഖത്തിന് ഇങ്ങനെയുള്ള പണിഷ്മെൻ്റാണ് കിട്ടേണ്ടത്. ജൈസെ കടുവേ ഖീരേക്കോ കടുവേ ഖീരേക്ക് മുഖ കാട്ടുകർ. കടുവേ നല്ല കയ്പാണ്. ഖീര എന്ന് പറഞ്ഞാൽ കുക്കുമ്പറാണ്, അല്ലേ. ഈ കുക്കുമ്പറിൻ്റെ തൊലിയോട് കൂടി കഴിക്കുമ്പോഴും അതിന് എന്താണ് ഉള്ളത്? കയ്പുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ചെത്തിക്കളഞ്ഞിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് അതിലെന്ത് ചെയ്യും? ഉപ്പിടും. നമുക്ക് ഡാൽക്കർ ഉപ്പിട്ട്, അപ്പോൾ അത് മുറിച്ചിട്ട് അതിലുപ്പിട്ട് ഉസ്ക കടുവേ രസക്കോ ഖോ ദേത്തെ ഹെ. കൈപ്പേറിയ രസത്തെ കളയുന്നു. ഇതുപോലെ കഠിനമായ വാക്കുകൾ പറയുകയും കൈപ്പേറിയ വാക്കുകൾ പറയുകയും അതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്കും ഒരു പണിഷ്മെൻറ്റിലൂടെ അവരുടെ ആ സ്വഭാവത്തെ മാറ്റിക്കളയണമെന്ന് കവി പറയുന്നു. കടുവേ മുഖ്ക്കോ ഐസി സജാ മിൽനി ചായേ ജൈസെ കടുവേ ഖീരേക്ക് മുഖ കാട്ടുകർ നമുക്ക് ഡാൽക്കർ ഉസ്ക കടുവേ രസുക്കോ ഖോ ദേത്തെ ഹെ. ഇതുപോലെ കൈപ്പേറിയ ഖീരയുടെ മുഖം മുറിച്ച് കളഞ്ഞ്, അതായത് അതിൻ്റെ രണ്ട് അറ്റവും മുറിച്ച് കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞ് അതിൽ നമുക്കിട്ട് അതിൻ്റെ കൈപ്പരസം മാറ്റുന്നത് പോലെ കഠിനമായ വാക്കുകൾ പറയുന്നവർക്കും ശിക്ഷ കിട്ടി അവർ ആ പണിഷ്മെൻറ്റ് കൊടുത്ത് ആ ചീത്ത സ്വഭാവത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണമെന്ന് കവി പറയുന്നു. ഓക്കെ, താങ്ക് യു. क्वेश्चन नंबर ख. बुरी संगति का असर उत्तम प्रकृति के लोगों पर कैसे नहीं पड़ता है. बुरी संगതി का അസർ, ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാലും ഉത്തമരായിട്ടുള്ള ആളുകളിൽ ഈ ചീത്ത കൂട്ടിൻ്റെ ദുഷ്ഫലങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? जो उत्तम प्रकृति के लोग बुरे संगति में आने पर भी कोई प्रभाव नहीं पड़ता है. ഉത്തമരായിട്ടുള്ള ആളുകൾ, ഉത്തമ സ്വഭാവമുള്ളവർ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാലും അവരിൽ അതിൻ്റെ ഒരു ഫലവും ഉണ്ടാവില്ല, ഒരു പ്രഭാവവും ഉണ്ടാവില്ല. അത് അവരെ അക്സെപ്റ്റ് ചെയ്യുകയേ ഇല്ല. जैसे सांप चंदन वृक्ष पर लिपटे रहने पर भी उसका विष चंदन में कोई प्रभाव नहीं पड़ता है. എങ്ങനെയെന്നാൽ പാമ്പ് ചന്ദനവൃക്ഷത്തിൽ ചുറ്റിക്കിടന്നാലും, ഏറ്റവും വിഷരയിലെ പാമ്പ് പോലും ചന്ദനമരത്തിൽ ചുറ്റിക്കിടന്നാലും ആ പാമ്പിൻ്റെ വിഷം ഒരിക്കലും ചന്ദനമരത്തിൽ ഏൽക്കാത്തതുപോലെയാണ് അങ്ങനെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഉത്തമരായ ആളുകൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാലും ഒരിക്കലും ചീത്തയാവില്ല.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളോട് കവിക്ക് പറയാനുള്ളത്. जो उत्तम प्रकृति के लोग बुरे संगति में आने पर भी कोई प्रभाव नहीं पड़ता है, जैसे सांप चंदन वृक्ष पर लिपटे रहने पर भी उसका विष चंदन में कोई प्रभाव नहीं पड़ता है. ओके, थैंक यू. സഹി വികൽപ്പ് പർ സഹി ചിഹ്ന ലഗായിയെ, ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. കറക്റ്റ് ഓപ്ഷനിൻ്റെ നേർക്ക് टिक मार्क इടുക. गुरु कुमार जैसा होता है, स्वभाव को निर्मल करता है, घड़े बनाता है, कमियों को दूर करता है, घर में दिन बढ़ाता है, कमियों को दूर करता है. ऑप्शन 3 ആണ്. क्वेश्चन नंबर ഖ, मन का आपा खोय में. आपा का अर्थ है, आप എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഗർവ്, അഹങ്കാർ, अपनापन, स्वामी, स्वाभिमान. ഏതാണ് അഹങ്കാർ, അഹങ്കാരം अथवा दुखम. ओके, क्वेश्चन नंबर का, खीरे को सिर से काटने के दृष्टांत से कवि ने समझाया. खीरे को काटने के तरीके को विषय में सजा के विषय है. सजा अല്ലേ, കുക്കുംബർ മുറിച്ച് അതിൽ ഉപ്പിടുക എന്ന് പറഞ്ഞാൽ അത് പണിഷ്മെൻ്റ് ആണ് കേട്ടോ. അത് 4ാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ എഴുതി വയ്ക്കുക. താങ്ക് യു. നെക്സ്റ്റ്, ലാംഗ്വേജ് സ്കിൽസ് अथवा भाषा कौशल. वर्ण विच्छेद करके लिखिए. स्प्लिट द लेटर्स. कुंभ, क अधिकम ओ, म अधिकम भ अधिकम आ, कुंभ. अंदर, अम अधिकम त अधिकम आ अधिकम र अधिकम आ, अंदर. संघ, स अधिकम अम ग अधिकम आ, संघ. उत्तम, ओ अधिकम त अधिकम त अधिकम आ, म अधिकम आ, उत्तम. नेक्स्ट, प्रकृति, प अधिकम र अधिकम आ अधिकम क अधिकम एरु अधिकम त अधिकम ई, प्रकृति. അപ്പോൾ ഇതെല്ലാം എഴുതി വയ്ക്കുക കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു. നെക്സ്റ്റ്, दिए गए शब्दों के विलोम शब्द लिखिए. തന്നിരിക്കുന്ന വാക്കുകളുടെ ഓപ്പോസിറ്റ് വേർഡ് എഴുതണം. अपना, പരായ, ശീതൾ, ഗരം, സുഖ്, ദുഃഖ്, യശ്, अपयश, विष, अमृत, उत्तम, अधम. अपना, पराया, शीतल, गरम, सुख, दुख, यश, अपयश, विष, अमृत, उत्तम, अधम. ओके, थैंक यू. नेक्स्ट, क्वेश्चन नंबर 3, पर्यायवाची शब्द चुनकर लिखिए. पर्याय पदम തിരഞ്ഞെടുത്ത് എഴുതണം. क्वेश्चन नंबर ക, जगत, दुनिया, संसार. क्वेश्चन नंबर घ, वैर, शत्रुता, दुश्मनी. क्वेश्चन नंबर घ, प्रीति, प्रेम, प्यार. क्वेश्चन नंबर घ, विष, जहर, गैरल. क्वेश्चन नंबर घ, भुजंग, सर्प, सांप, सर्प. भुजंग, सांप, सर्प. ओके, थैंक यू. എഴുതി വയ്ക്കുക. क्वेश्चन नंबर 3, दिए गए देशी शब्दों का हिंदी रूप लिखिए. क्वेश्चन नंबर का, शिष्य, शिक्ष्य. क्वेश्चन नंबर का, बानी,